Thank you, Jesus. 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 Hallelujah. Hallelujah. ഞങ്ങളങ്ങനെ സാക്ഷാംഗം എങ്ങനെ മുമ്പിലായിരിക്കുന്നു കർത്താവെ, അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഇത്രത്തോളം നടത്തിയ നായകൻ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ. യേശുവെ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ വരുന്ന സമയത്ത് അങ്ങയുടെ കൃപകൾ ഞങ്ങൾ ധാരാളമായി ചൊരിയണമേ കർത്താവെ. ഇന്നത്തെ വചനം തരുന്ന കർത്താവിൻ്റെ ദാസനെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു കർത്താവെ. വചനങ്ങളാൽ നിറച്ച് ഞങ്ങൾക്ക് അനുഗ്രഹമപ്പനായി ആവത്ത കൂത്തിൽ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥി കർത്താവെ. സർവ്വതും യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവയുടെ കേട്ടണമേ. നല്ല പിതാവേ. സ്നേഹവചനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് നമുക്ക് വിശുദ്ധ സഭായോഗമായി കൂടി വരുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ കാലം മുഴുവൻ ദൈവം നമ്മളെല്ലാവരെയും വളരെ അത്ഭുതകരമായി ദൈവം നമ്മളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരുന്നു. അതിനൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ചുറ്റുപാടും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ദൈവമക്കളാകുന്ന നമ്മെ ദൈവം തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. എത്ര ദൈവത്തിന് സ്തോത്രം ചെയ്താലും മതി വരികയില്ല. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ആ ദൈവം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ നമുക്കൊന്നും പകരം കൊടുക്കുവാനില്ല. ഒറ്റ വാക്കേ ഉള്ളൂ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. നമുക്ക് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് നന്ദി പറയാം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്ക് ഇന്ന് ഇവിടെ പുറത്തൊക്കെ നമുക്കറിയാം ഹർത്താലാണ്, പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ചുരുക്കം പേരാണെങ്കിൽ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തെ സ്തുതിപ്പാനും ദൈവം എത്ര നല്ലവരാണെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനുമുള്ള സാവകാശം ദൈവം നമുക്ക് നൽകിയതിനായിട്ട് നദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് നമ്മുടെ മധ്യ പുതിയതായിട്ടൊരു ആൻറ്റി കടന്നു വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയായിരിക്കും. ആൻറ്റിശാല താമസിക്കുന്നു. പരിചയപ്പെടുവാനിടയായി വളരെ സന്തോഷം. എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ നടത്തുന്ന പരിപാലിക്കുന്ന വിധങ്ങളെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് സാക്ഷികളായിട്ട് ഒരു പാട്ട് എല്ലാവർക്കും ചേർന്ന് പാടാം. സാക്ഷ്യങ്ങളായിട്ട് പറയാൻ താല്പര്യമുള്ളവർക്ക് പറയാം. അതിനുശേഷം നമുക്ക് അല്പസമയം ദൈവവചനം ചിന്തിക്കാം. അതുപോലെ പരസ്യമായിട്ട് പറയാനുള്ള അടുത്ത ഞായറാഴ്ച നമ്മുടെ സഭായോഗത്തോട് ചേർന്ന് കർത്തൃമേശ ഉണ്ടായിരിക്കും. എല്ലാവരും അതനുസരിച്ച് ആ കർത്തൃമേശയിൽ പങ്കെടുക്കുവാനുള്ള ഒരുക്കത്തോടുകൂടി കടന്നു വരുവാനും കൂടെ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരും ദൈവം
അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ദൈവം ഓരോരുത്തരെയും കൊണ്ടുവന്ന കൃപകൾക്കായിട്ട് അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, വായിപ്പാൻ തക്കോണ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. അവിടുത്തെ എല്ലാ കൃപകൾക്കായിട്ട് അങ്ങ് സ്തുതിക്കുന്നു കർത്താവെ. തുടർന്നുള്ള വചന ധ്യാനവും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ആമേൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ പിതാവേ. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 5 മുതൽ നമുക്ക് 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വഴങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. മതി. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ചതായ ദൈവവചനം നമുക്കറിയാം. സുവിശേഷങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ സുവിശേഷം മത്തായി സുവിശേഷം. വളരെ മനോഹരമായിട്ടുള്ള ചില ചിന്തകളാണ് നമുക്ക് ഈ സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യേശു കർത്താവ് സംസാരിച്ചതായിട്ടുള്ള, കൽപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള, പറഞ്ഞിട്ടുള്ളതായ പല കാര്യങ്ങളുമാണ് ഈ സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ മത്തായി സുവിശേഷത്തിലേക്ക് നമ്മൾ ഈ ഭാഗം നമ്മൾ വായിച്ചപ്പോൾ പ്രാർത്ഥനയെ കുറിച്ചാണ് യേശു കർത്താവ് പഠിപ്പിക്കുന്നത്. സ്തോത്രം. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള, പ്രാർത്ഥനയെ കുറിച്ചുള്ള പല കാര്യങ്ങളുമാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഒന്ന്, നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവമായിട്ടൊരു ആശയവിനിമയം നടത്തുന്നതാണ്. ദൈവമായിട്ടുള്ള ബന്ധം നമ്മൾ നിലനിർത്തുന്നതാണ് പ്രാർത്ഥന. ഞാൻ മുമ്പ് ഓർമ്മിച്ചിട്ടുള്ളതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയാണ്. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുകയും ദൈവവചനം കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. അപ്പൊ നമുക്ക് ദൈവത്തോട് സംസാരിക്കണം. നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മൾ കാണാനും സംസാരിക്കാനായിട്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ ടെലിഫോൺ സമ്പ്രദായമൊക്കെ വളരെ വിപുലമായതോടുകൂടി നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് എത്ര സമയം വേണമെങ്കിലും നമുക്ക് കണ്ടില്ലെങ്കിൽ ഏത് രാജ്യത്താണെങ്കിലും എവിടെയാണെങ്കിലും അവരുമായിട്ടൊക്കെ സംസാരിക്കാൻ, ആശയവിനിമയം നടത്താൻ നമുക്ക് സൗകര്യമാകുകയാണ്. അപ്പൊ ചില വ്യക്തികളുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ചെറിയ പ്രയാസങ്ങൾ, പല കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു ദൈവദാസനുമായിട്ട് വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ ഫോണിൽ സംസാരിക്കാൻ പറ്റി. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു, പ്രവർത്തനങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ. പക്ഷെ ആ ഒരു സംസാരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടെ ഒരു ജീവൻ പ്രാപിക്കുന്നത് പോലെ ആയി. അപ്പൊ നമ്മള് മനസ്സിലാക്കണം, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാവരുമായിട്ടല്ല, നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു ബലം തരുന്നതാണ്. എന്നാൽ അതുപോലെ തന്നെ അതിനേക്കാൾ എത്രയോ ബലമാണ് നാം നമ്മുടെ ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്ന അവസരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ചില സമയത്തൊക്കെ നമ്മൾ ചില മുറിക്കകത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇരുന്ന് ഒറ്റയ്ക്കായാലും 2-3 പേരായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന കഴിയുമ്പോൾ എന്തോ ഒരു വലിയ ഭാരം നമ്മൾ ഇറക്കി വെച്ചതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നമുക്ക് ദൈവവചനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇത്തിരി കാര്യങ്ങൾ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ആദ്യം വായിച്ചത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഒന്ന്, ദൈവത്തോട് ഭക്തിയുള്ള ആളുകളുണ്ട്, ദൈവഭക്തന്മാർ, ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, മറ്റൊരു കൂട്ടം ആളുകൾ
കപടഭക്തിക്കാരായ ആളുകൾ. അവർക്ക് ദൈവത്തോട് ഭക്തിയില്ല, ദൈവത്തോട് ബഹുമാനമില്ല, ദൈവത്തോട് സ്നേഹമില്ല. ചുമ്മാ മറ്റുള്ളവരെ കാണിക്കാൻ കപടഭക്തി കാണിക്കുന്നതായ ആളുകളെയാണ് കപടഭക്തിക്കാരെന്ന് പറയുന്നത്. അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അപ്പോൾ അവരെങ്ങനെയാണ് കപടഭക്തിക്കാർ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ വായിക്കുന്നു, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അവര് പ്രധാനമായിട്ട് പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് പള്ളികള്, മറ്റൊന്ന് കവലകൾ, ജംഗ്ഷൻ. മനസ്സിലാക്കണം, പൊതുവായിട്ടുള്ള സ്ഥലങ്ങൾ. കാരണം അവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് മറ്റുള്ളവർ എന്ത് ചെയ്യണം, അറിയണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ. അപ്പോൾ ഈ പള്ളികളിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈ കപടഭക്തിക്കാരായ ആളുകൾ, നമ്മളിപ്പോൾ ആരാധന നടക്കുന്നു, ആരാധന സ്ഥലത്ത് പള്ളികളിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോ അതിനൊരു ക്രമങ്ങളും ക്രമീകരണങ്ങളും കാണും. അപ്പൊ നമ്മൾ പറയും, ഇന്ന് നമുക്ക് സമയം ചുരുക്കമാണ്, നമ്മൾ അതുകൊണ്ട് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഈ കപടഭക്തിക്കാരായ ആളുകൾ എങ്ങനെ പ്രാർത്ഥിക്കുമെന്നറിയാമോ? നമുക്ക് ആ വാക്യം നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കാം. 23:14. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം 13-ാമത്തെ വാക്യം, മുകളിലത്തെ വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നുമില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷയുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായ രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ മത്തായി സുവിശേഷം 23-ന്റെ ആ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കപടഭക്തിക്കാരെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ എടുക്കുന്ന ഈ ഒരു വാക്ക് നമ്മളിപ്പോ സംസാരിക്കുന്ന വചനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായേന രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ കപടഭക്തിക്കാരുടെ സ്വഭാവമാണ് എന്ത് ചെയ്യാന്നറിയാമോ? ദീർഘമായി പ്രാർത്ഥിക്കുക. എവിടെയാണ്? പള്ളികളിലൊക്കെ പോകുമ്പോൾ, തെരുക്കോണുകൾ, പൊതുസ്ഥലത്ത്. ഇപ്പൊ പറയുകയാണ്, ഒരു കൺവെൻഷൻ നടക്കുകയാണ്, പൊതുസ്ഥലം. അപ്പൊ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കൊടുക്കുന്നു. അവര് 1 മണിക്കൂർ എന്ത് ചെയ്യുമെന്നറിയാമോ? പ്രാർത്ഥിക്കും. ചർച്ചിൽ പ്രാർത്ഥിക്കാൻ പറയുന്നു, അവര് 1 മണിക്കൂർ 2 മണിക്കൂർ പ്രാർത്ഥിക്കും. മാത്രമല്ല, എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ചിലപ്പോ കൈയൊക്കെ ഇട്ട് അടിച്ച് ബഹളം ഉണ്ടാക്കി, വലിയ ശബ്ദകോലാഹലം ഉണ്ടാക്കി, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ് എന്ന് മറ്റുള്ളവരെ അറിയണം. അതിനുവേണ്ടി ബഹളം വെച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരാരാണെന്നറിയാമോ? അവര് കപടഭക്തിക്കാരാണ് എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ വലിയ, അപ്പൊ നമുക്കറിയാം, ഞങ്ങളൊക്കെ പണ്ട് ചില ക്യാമ്പിനൊക്കെ പോകുമ്പോഴറിയാം, ഈ ചരൽക്കുന്നും അതുപോലുള്ള സ്ഥലങ്ങളിലെ ക്യാമ്പിന് പണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ രാത്രി എല്ലാവരും കിടന്നുറങ്ങും. ഒരു വലിയ ഹോളിനകത്ത് 10-100 പേര് കിടക്കും. ചില ആളുകളൊക്കെ രാത്രി 11-12 മണി 1 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. വളരെ ശാന്തമായി അവരെ ചുണ്ടു മാത്രമേ അനങ്ങത്തുള്ളൂ. അവരിന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയാം? അപ്പൊ അത്രയും പേര് കിടക്കുന്നിടത്ത് ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കി ഒക്കെ അവര് സാത്താനെയൊക്കെ ഓട്ടിച്ച് ഹോ സാത്താനെ എന്നൊക്കെ പറഞ്ഞ് വലിയ ഒച്ച വെച്ച് കാര്യം എന്തെന്നറിയാമോ? മറ്റുള്ളവരെ ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കുകയാണ് എന്നുള്ളത്. അപ്പോ അവരെ കുറിച്ച് യേശു കർത്താവ് പറയുന്നതാണ്, അവര് കപടഭക്തിക്കാരാണ്. അവര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനാണ് അവര് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതുകൊണ്ട് യേശു പറയുകയാണ്, ഇവർക്ക് പ്രതിഫലം എന്ത് ചെയ്തു എന്നറിയാമോ? കിട്ടിപ്പോയി എന്ന് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുകയാണ്? പറയുകയാണ്. സ്തോത്രം. അപ്പൊ അവരിങ്ങനെ വലിയ കപടഭക്തി, വലിയ ശബ്ദഹോലാഹലങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി അവർ കുറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു കപടഭക്തിയുടെ മറ്റൊരു രൂപമാണെന്നറിയാമോ? കപടഭക്തിയാണ്. അപ്പോൾ ഇത് ഈ കപടഭക്തിക്കാരായ ആളുകളുടെ സ്വഭാവമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പ്രാർത്ഥനകൾ കാണും. എന്നാൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നമുക്കിനി 6-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം.
അതെ 6:6 മത്തായി 6:6 വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ മത്തായി 6:6 പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ യേശു കർത്താവ് പറയുകയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അറയിൽ കടന്ന് വാതിലടച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശു പറയുകയാണ് നീ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണോ? നീ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ വാതിൽ അടയ്ക്കുക എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിലുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ഒരു ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുവാൻ, നമുക്കൊരു അലക്ഷ്യം ഉണ്ടാകാതിരിക്കാൻ നീ അങ്ങനെ കേറിയിരുന്ന് വാതിൽ അടച്ചിട്ട് നീ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നീ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തനക്ക് എന്ത് തരുമെന്നറിയാമോ? നമുക്ക് പ്രതിഫലം തരും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട്, അത് സ്വർഗത്തിലെ ദൈവത്തെയാണ് അവിടെ പറയുന്നത്, രഹസ്യത്തിൽ കാണുന്ന പിതാവെന്ന്. നീ അങ്ങനെ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് എന്ത് തരുമെന്നറിയാമോ? ദൈവം നിനക്ക് പ്രതിഫലം തരും. നമുക്ക് പഴയ നിയമത്തിൽ ഒരു ഉദാഹരണത്തിനായിട്ട് ഒരു വേദഭാഗം നമുക്കൊന്ന് നോക്കാം. 1 ശമൂവേലിന്റെ പുസ്തകത്തില് നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം നമുക്ക് അതിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾക്കാനായില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട് നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത് അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഈ വായിച്ചതായ ദൈവവചനത്തില് ഹന്ന എന്ന് പറയുന്ന സഹോദരി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഹന്നയ്ക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. അവളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൾക്ക് മക്കളില്ല. അപ്പോൾ അതുകൊണ്ട് ഹന്ന പ്രാർത്ഥിക്കണം. അവൾ പ്രാർത്ഥിക്കാൻ എവിടെ വന്നിരിക്കുകയാണെന്ന് അറിയാമോ? അവരുള്ള പഴയ നിയമ പ്രകാരമുള്ള ദൈവാലയത്തിൽ കടന്നു വന്ന് അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. യേശു പറഞ്ഞത് ഇതുമായിട്ട് നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. ഇവൾ അവിടെ ദൈവാലയത്തിൽ വന്നിട്ട് വാ തുറന്ന് വിളിച്ച് ബഹളം ഉണ്ടാക്കി അങ്ങനെയല്ല അവൾ പ്രാർത്ഥിച്ചത്. അവിടുത്തെ പുരോഹിതൻ നോക്കിയപ്പോൾ, പുരോഹിതനാണ് ഏലി എന്ന് പറയുന്നത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പാസ്റ്റർ. അപ്പൊ ഈ പാസ്റ്റർ ആണെങ്കിൽ പ്രാർത്ഥിക്കാത്ത പാസ്റ്ററാണ്. അപ്പൊ ഈ പാസ്റ്റർ നോക്കിയപ്പോൾ ഈ സ്ത്രീ വന്നിരുന്ന് അവളുടെ ചുണ്ട് മാത്രം എന്ത് ചെയ്യുകയാണ്? അനങ്ങുകയാണ്. സ്തോത്രം. പക്ഷെ അവൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളോട് വായിച്ചു. അവൾ ഹൃദയം കൊണ്ട് ദൈവസ്ഥലം എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവളുടെ ചുണ്ട് അനങ്ങുന്നുണ്ട്, ഇവളുടെ കണ്ണ് നിറയുന്നുണ്ട്, വേദന, കണ്ണുനീര്, വല്ലാത്ത അവസ്ഥയിൽ അവൾ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുമായിട്ട് ബന്ധമില്ലാത്ത പുരോഹിതൻ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത പുരോഹിതൻ അവിടെ വന്ന് ചോദിക്കുകയാണ്, നീ എന്താ ഈ വീഞ്ഞു കുടിച്ച് എന്ന് പറഞ്ഞ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നീ മദ്യപിച്ച് ലഹരിയിട്ട് വന്നിരിക്കുകയാണോ? അപ്പോൾ ഈ അതിന്റെ മത്തൊക്കെ വന്ന് ഇറങ്ങട്ടെ, ഇരുന്ന് കര എന്നാണ് ഈ പുരോഹിതൻ പറയുന്നത്. ആ ഹന്ന എന്ന് പറയുന്ന സ്ത്രീ പറയുകയാണ്, യജമാനനെ, ഞാൻ മദ്യമോ വീഞ്ഞോ ഒന്നും കുടിച്ചിട്ടില്ല. ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്, വളരെ ഭാരത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഭാരം ഞാൻ യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം ഞാൻ എന്ത് ചെയ്യുകയാണ്? പകരുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ ഹന്നായുടെ പ്രാർത്ഥന നമുക്കൊരു വലിയ ഉദാഹരണമായിട്ട് നമുക്ക് നിൽക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഹൃദയം ദൈവസന്നിധിയിലേക്ക് പകരുക എന്ന് പറഞ്ഞാൽ സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നു, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ യഹോവയുടെ സന്നിധിയിൽ എന്ത് ചെയ്യുക?
പകരുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ രഹസ്യത്തിൽ കാണുന്ന പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ മനോവ്യസനത്തോടെ, ഭാരത്തോടെ, വേദനയോടെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് തങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് എത്തിക്കുകയാണെന്നറിയാമോ? പകരുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് ഭാരങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ടാകും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണമെന്നറിയാമോ? ഇതുപോലെ വേർവിട്ടിരുന്ന് മനസ്സിലാക്കണം, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. സ്തോത്രം. മറ്റുള്ളവർ കേൾക്കത്തില്ല, പ്രാർത്ഥിക്കുകയാണെന്ന് മറ്റുള്ളവർ കേൾക്കുകയാണെന്ന് ബഹളം വയ്ക്കുകയല്ല. നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് പകർന്ന് രഹസ്യത്തിൽ കാണുന്ന പിതാവായ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ നാം എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ പറയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ ഹന്ന അങ്ങനെ ദൈവസന്നിധിയിൽ തന്റെ ഹൃദയം പകർന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾക്കൊരു പുരുഷ പ്രജയെ പ്രാർത്ഥിച്ചതുപോലെ ഒരു മകനെ അവൾക്ക് ലഭിക്കുവാനായിട്ടിടയായി. ആ മകന്റെ പേരാണ് ശമൂവേൽ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തില് നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ച്, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് പകരുന്നതിനെ കുറിച്ച്, നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നതിനെ കുറിച്ച് ഒരു നല്ല ഉദാഹരണമായിട്ട് ഈ ഹന്ന നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാണുന്ന പല പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല, അപ്പോൾ തന്നെ പ്രതിഫലം കിട്ടുകയാണ്. മത്തായി സുവിശേഷം എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? അവരും ചില ആളുകൾ വന്നിട്ട്, ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുകയല്ല, ചില ആളുകൾ വന്നിട്ട് കുറെ ബഹളം വയ്ക്കുകയാണ്, കൈയടിച്ച് ബഹളം ഉണ്ടാക്കി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് അവരതൊക്കെ അവസാനിപ്പിച്ച് തീരുകയാണ്. മനസ്സിലാക്കണം. അവരുടെ പലർക്കും അവരുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, പകരാൻ കഴിയുന്നില്ല, ജാഗരിക്കാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, പ്രാർത്ഥനയിൽ ജാഗരിക്കണം. പലർക്കും പ്രാർത്ഥനയിൽ ജാഗരിക്കാനും ഉറ്റിരിക്കാൻ കഴിയാതെ കപടഭക്തിക്കാരെ പോലെ പള്ളികളിലോ തെരുക്കോണിലോ ഏതെങ്കിലും പൊതുസ്ഥലത്ത് ചെന്നുകൊണ്ട് വലിയ പ്രസംഗം പറയും പോലെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ പ്രാർത്ഥിക്കുന്നത്. അത് ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ ഈ യേശു പറഞ്ഞതായ വാക്കില് പിതാവായ ദൈവം എന്നുള്ള വാക്കാണ്. പിതാവ് എന്ന് പറയുന്നത് നമ്മെ ഒരു മക്കളായിട്ട് കണ്ടുകൊണ്ട് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മക്കളുള്ള നമുക്കറിയാം, നമ്മുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു, ജനിച്ചു കഴിഞ്ഞാൽ അതിന് ഇന്ന മാസങ്ങളിൽ അതിന് ഇഞ്ചക്ഷൻ എടുക്കണം. അത് മാതാപിതാക്കൾക്ക് അറിയാം. അതിന് ഭക്ഷണം കൊടുക്കണം, അതിന് വസ്ത്രം കൊടുക്കണം, അതിന് ചിലപ്പോൾ 3 വയസ്സോ 4 വയസ്സോ ആകുമ്പോൾ നഴ്സറിയിലായിരിക്കണം, LKG UKG അയക്കണം, 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സാകുമ്പോൾ സ്കൂളിൽ ചേർക്കണം, 18 വയസ്സാകുമ്പോൾ പെൺകുട്ടിയാണെങ്കിൽ വിവാഹപ്രായമായി കാര്യങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ നമ്മുടെ മക്കള് നമ്മളോട് പറഞ്ഞിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. നമ്മുടെ മക്കൾക്ക് പറയാൻ പോലും അറിയത്തില്ല. നമ്മൾ മാതാപിതാക്കളായ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അറിഞ്ഞ് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് യേശു ഇവിടെ പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ ആരറിഞ്ഞു കഴിഞ്ഞു? കർത്താവായി ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? അറിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഇനി നമുക്ക് അതിൽ നിന്ന് മറ്റൊരു ചോദ്യം ഉണ്ടാകാം, നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാമല്ലോ, അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ എന്നുണ്ടാകാം. അങ്ങനെയല്ല, പ്രാർത്ഥിക്കണം. നമുക്ക് അതിന് ഈ പ്രാർത്ഥനയെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക മാത്രമല്ല, നമ്മൾ ദൈവവുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചില വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ധൈര്യവും സ്നേഹവും ഒക്കെ വർദ്ധിക്കുകയാണ്. അതുപോലെ ദൈവവുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ധൈര്യവും സ്നേഹവും ഒക്കെ നമുക്ക് വർദ്ധിച്ചു വരുവാനിടയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്, വളരെ പ്രതീക്ഷയോടെ ആരാധന കഴിയുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയാണ്. അപ്പൊ നമുക്കറിയാം, വീട്ടിൽ നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, മക്കളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. ചിലപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ ചെല്ലുന്നതായ സമയത്ത് ആ മക്കളാരും നമ്മളെ സംസാരിക്കുന്നില്ല, ചിരിക്കുന്നില്ല, നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത്? നമ്മുടെ മനോഭാവം
നമ്മുടെ ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ മോളെ അല്ലെങ്കിൽ മോനെ ഓഫീസിൽ പോയിട്ട് വന്നു, സ്കൂൾ കോളേജിൽ പോയിട്ട് വന്നു, നമ്മളെ നോക്കിയിട്ട് ശ്രദ്ധിക്കാതെ ഒരു വാക്കുപോലും ഒരു ഹായ് പോലും പറയാതെ അങ്ങ് പോവുകയാണ്. ചിന്തിക്കുക, നമുക്ക് വിഷമം തോന്നുമോ? നമുക്ക് വിഷമം തോന്നും. നമുക്ക് തോന്നും, അയ്യോ എന്തുകൊണ്ട് ഇയാളെന്താ എന്നോട് മിണ്ടാത്തത്, പിണങ്ങിയിരിക്കണം. എന്താണ് കാരണം? നമ്മുടെ മനസ്സിന് വലിയ ഭാരം തോന്നും. ഇതുപോലെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവായി തീർന്നിരിക്കുകയാണ്. മത്തായി സുവിശേഷത്തിൽ പിതാവ് എന്നുള്ള വാക്കാണല്ലോ നമ്മൾ വായിച്ചത്. രഹസ്യത്തിലെ പിതാവ്, ദൈവം നമ്മുടെ പിതാവായി തീർന്നിരിക്കുകയാണ്. എങ്ങനെയാണ് പിതാവായത്? യോഹന്നാൻ 1:12 അനുസരിച്ച് യേശുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളായി തീർന്നു. ദൈവം നമ്മുടെ പിതാവായി തീർന്നു. അപ്പൊ ദൈവം നമ്മുടെ പിതാവായി തീർന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് നമ്മൾ സംസാരിക്കണം, ആശയവിനിമയം നടത്തണം. വന്ന് നമ്മുടെ മക്കൾ എപ്പോഴും വന്ന് നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, അവർ വന്നിരുന്ന് സംസാരിക്കണം, സ്നേഹം പങ്കിടണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. ചില ആളുകള് അവർക്ക് എന്തെങ്കിലും ആവശ്യത്തോടെ, ഇന്ന് അനേകം ആളുകള് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം, നമുക്ക് ചില സ്ഥലത്തൊക്കെ മക്കളെയൊക്കെ നമുക്കറിയാം, ചില മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, എന്നോട് സാറേ പാസ്റ്ററെ സംസാരിക്കത്തില്ല, മുഖത്ത് നോക്കത്തില്ല, പക്ഷെ അവരെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടി വരും, വിളിച്ചു പറയും ഇതൊക്കെ വെച്ചേക്കണം, ഇന്നതാണെന്ന്. പക്ഷെ അല്ലാതെ ഞങ്ങളോടൊന്നും ഒരു വാക്കുപോലും അവർ എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. അവരപ്പനോ വീട്ടിൽ വരും, അവന്റെ കൂട്ടുകാരൻ വിളിക്കും, അവൻ ഇറങ്ങി അങ്ങ് പോകും. രാത്രി 11-12 മണിക്ക് വന്ന് കിടക്കും, രാവിലെ എപ്പോഴെങ്കിലും ഇരിക്കും, അങ്ങ് പോകും. അവന് ഞങ്ങളൊന്നും വേണ്ട. പക്ഷെ അവൻ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം അവൻ അമ്മയോട് വിളിച്ച് പറയും, എന്നോട് പറയും ഇത്ര രൂപ വേണം, ഇന്ന ആവശ്യമുണ്ട്, അവിടെ വെച്ചേക്കണം. അപ്പൊ അവന് രൂപ കൊടുക്കണം. അപ്പൊ ആ പിതാവ് വളരെ സങ്കടത്തോടെയാണ് പറഞ്ഞത്. കാര്യം മകൻ എന്നോട് എന്ത് ചെയ്യുന്നില്ല, ആശയവിനിമയം നടത്തുന്നില്ല, ഞങ്ങളോട് സ്നേഹം പങ്കിടുന്നില്ല. അപ്പോൾ ഇതുപോലെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറയുകയല്ല, നമ്മൾ ആവശ്യങ്ങൾ പറയണം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവമാണ് നിറവേറ്റി തരുന്നത്. പക്ഷെ എന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. ദൈവവുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തണം. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മൾ വസിക്കണം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ, നമ്മുടെ ശബ്ദം കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദൈവത്തോട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ പള്ളികളിൽ തെരിക്കോടുകളിൽ ചെട്ടി മൈക്ക് കെട്ടിവെച്ച് വിളിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം പറയുകയാണ്, നീ വാതിലടച്ച്, നീ മുറിയിൽ കടന്ന്, നീ രഹസ്യത്തിൽ കടന്ന പിതാവിനോട് നീ പറയുക, നിന്റെ ആവശ്യം എന്താണെന്ന് ദൈവത്തിന് അറിയാം. പക്ഷേ ആവശ്യങ്ങൾ ദൈവത്തിന് അറിയാമുള്ളപ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് നമ്മൾ പറയുകയാണ്. സ്തോത്രം. അപ്പോൾ ഇവിടാണ് നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. എത്രയോ മനോഹരമായിരിക്കുന്നു. സ്തോത്രം. ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തില് ചില പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി ലഭിച്ചില്ല എന്ന് വരും. എന്നും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കല്ലേ. 3 പേരുടെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ അതുമായിട്ട് ഉദ്ദേശിച്ചത്. ഒന്നാമത്തെ പ്രാർത്ഥന ഏലിയാവ് എന്ന് പറയുന്ന ദൈവദാസൻ. ഏലിയാവ് പഴയ നിയമത്തിലെ പ്രവാചകനായിരുന്നു, മിടുക്കനായിരുന്നു, വളരെ ദൈവത്തിന് വേണ്ടി നിന്നതായിട്ടുള്ള അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഏലിയാവ്. ഏലിയാവ് തന്റെ ജീവിതത്തിൽ ഒരിക്കൽ തളർന്നുപോയി, ക്ഷീണിച്ചു പോയി. അപ്പോൾ ഏലിയാവ് ദൈവത്തോട്, ഏലിയാവ് പറഞ്ഞു, ദൈവമേ എനിക്ക് മതി, ഇനി എനിക്ക് എന്നെ അങ്ങ് എടുത്താൽ മതി. സ്തോത്രം. നമ്മളും ചില പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ പറയാം, കർത്താവേ ജീവിച്ചത് മതി എന്ന്. സ്തോത്രം. ഏലിയാവ് അതുപോലെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. എന്നിട്ട് ചൂരച്ചെടിയുടെ ചൂടുകളുടെ സുഖമായിട്ട് കിടന്നുറങ്ങുക, മതി, മടുത്തു, ഈ പ്രവർത്തിച്ചേക്കാൻ മതി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൂതൻ ഏലിയാവിനെ തട്ടി ഉണർത്തിയിട്ട്, ഏലിയാവ് എഴുന്നേറ്റ് ഭക്ഷിക്കുക, കുടിക്കുക, നിനക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇനിയും ദൂരയാത്ര ചെയ്യാനുണ്ട്. സ്തോത്രം. ദൂരയാത്ര ചെയ്യാനുണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് ഇനിയും കുറെ കാലം കൂടെ ജീവിക്കുവാനുണ്ട്, ഇനിയും നീ കുറച്ചുകൂടെ പ്രവർത്തിക്കുവാനുണ്ട്, നീ എഴുന്നേൽക്കുക. ദൈവത്തിന് സ്തോത്രം. പിന്നെ നമ്മൾ ഏലിയാവിന്റെ ചരിത്രം നമ്മൾ ബൈബിളിൽ പഠിക്കുകയാണെങ്കിൽ ഏലിയാവിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ദൈവം പല അത്ഭുതങ്ങളും ഏലിയാവിനെ കൊണ്ട് എന്ത് ചെയ്യുന്നത്, ചെയ്യിപ്പിച്ചത്. സ്തോത്രം. അപ്പോ നമ്മൾ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് മതിയെന്നൊക്കെ പറഞ്ഞാലും ദൈവത്തിന് നമ്മെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഏലിയാവിന്റെ ആ പ്രാർത്ഥന ദൈവം എന്ത് ചെയ്തില്ല, കേട്ടില്ല. എന്തുകൊണ്ട് കേട്ടില്ല? ഏലിയാവിനെ ദൈവത്തിന് ഇനി ഉപയോഗിക്കുവാനുണ്ട്.
പ്രയോജനപ്പെടുത്തുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഒരു പ്രാർത്ഥന കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്. യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? യേശുവിനെ ക്രൂശികളായിട്ട് ബന്ധപ്പെട്ടുള്ളതായിട്ടുള്ള ആ സന്ദർഭങ്ങളില്. അപ്പോൾ യേശു പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കർത്താവ് പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്ത് ചെയ്യണം? മാറ്റണം. കർത്താവ് ആ പാനപാത്രം ക്രൂശീകരണത്തെ ഉദ്ദേശിക്കുന്നതായിരുന്നു. പക്ഷേ ആ പാനപാത്രം കർത്താവ് പിതാവായ ദൈവം എന്ത് ചെയ്തില്ല? മാറ്റിയില്ല. യേശു വീണ്ടും ഒരു വാക്കുകൂടെ പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ്, അവിടുത്തെ ഇഷ്ടമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ഇഷ്ടം എന്തായിരുന്നു എന്നറിയാമോ? യേശുവിനെ ക്രൂശിക്കുക എന്നുള്ളതായിരുന്നു. സ്തോത്രം. അപ്പോൾ ഈ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന ദൈവം മറുപടി കേട്ടില്ല എന്ന് പറയാം. എന്തുകൊണ്ടാണ് കേൾക്കാതിരുന്നത്? ഈ ലോകത്തിലെ മനുഷ്യജാതിയെ മുഴുവൻ രക്ഷിക്കണമെങ്കിൽ യേശു കർത്താവ് ക്രൂശിൽ മരിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അതുകൊണ്ട് ആ പ്രാർത്ഥന അതുപോലെ ദൈവം അംഗീകരിച്ചില്ല. പക്ഷെ ദൈവം മറ്റൊരു കാര്യം ചെയ്തു. എബ്രായലേഖനം വായിക്കുമ്പോൾ അറിയാം, ഈ ക്രൂശ് മരണം വഹിക്കുന്നതിനുള്ള സഹിക്കുന്നതിനുള്ള കൃപ ആര് കൊടുത്തെന്നറിയാമോ? പിതാവായ ദൈവം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളെ, രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചില പ്രാർത്ഥനയ്ക്ക് മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കിട്ടൂല. പ്രാർത്ഥനയ്ക്ക് വിപരീതമായി കാര്യങ്ങൾ സംഭവിച്ചാലും ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം, അതിനകത്ത് ദൈവത്തിന് എന്തോ വലിയ ഉദ്ദേശമുണ്ട്. മാത്രമല്ല, നമുക്ക് നാം ഏതെങ്കിലും പ്രതികൂലങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകേണ്ടി വരികയാണെങ്കിൽ നമുക്ക് അതിനെയൊക്കെ ജയിക്കുവാനുള്ള ദൈവകൃപ കർത്താവ് തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ ഒരു പ്രാർത്ഥന കൂടെ ഞാൻ പറയട്ടെ. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലൂസ് 2 കൊരിന്ത്യർ 13-ാം അധ്യായമാണെന്ന് തോന്നുന്നു വായിക്കുമ്പോൾ അറിയാം, പൗലൂസിന്റെ ജഡത്തിൽ കുത്താനായിട്ട് ഒരു ശൂലമുണ്ടായിരുന്നു. പക്ഷേ ആ ശൂലം എന്താണെന്ന് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാം, എന്തോ തന്റെ ശരീരത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കുത്തി കൊണ്ടുവരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ 2 അഭിപ്രായങ്ങളാണ് കേട്ടിട്ടുള്ളത്. ചില വേദപണ്ഡിതാക്കന്മാർ പറയുന്നത്, ഈ പൗലൂസ് അപ്പോസ്തലൻ വിവാഹിതരായിരുന്നു. അപ്പോൾ ഈ പൗലൂസ് ഇങ്ങനെ സുവിശേഷ വേലയിൽ വന്ന ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹം പ്രവർത്തിക്കുന്ന സ്ഥലത്ത്, പ്രസംഗിക്കുന്ന സ്ഥലത്തൊക്കെ ചെന്നിട്ട് പൗലൂസിനെതിരായിട്ട് സംസാരിക്കുമായിരുന്നു. പൗലൂസിനെ നാണം കെടുത്തുമായിരുന്നു, വിഷമിപ്പിക്കുമായിരുന്നു. അപ്പോൾ പൗലൂസിന് അതൊരു വലിയ വിഷയമായിരുന്നു. ഇങ്ങനെ ഭാര്യ വന്ന് ഇങ്ങനെ അസഹ്യപ്പെടുത്തുന്നത് അത് എന്ന് ചിന്തിക്കുന്ന പറയപ്പെടുന്ന വേദപണ്ഡിതാക്കന്മാരുണ്ട്. രണ്ടാമതൊരു കൂട്ടം വേദപണ്ഡിതാക്കന്മാർ പറയുന്നത്, പൗലൂസിന് ഒരു രോഗമുണ്ടായിരുന്നു. രോഗമെന്ന് പറയുന്നത്, അദ്ദേഹം ഇങ്ങനെ പ്രസവമെല്ലാം കഴിഞ്ഞ് ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ ചുഴലി രോഗം പോലെ അദ്ദേഹം വീഴുമായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് വലിയ അസഹ്യമായിരുന്നു. കാരണം ഇത്രയും വലിയ ശുശ്രൂഷയൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ അദ്ദേഹം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രയാസത്തിന് ആളി തീരുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതോ ആണെന്ന് വേദപണ്ഡിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ അഭിപ്രായമാണ്, അത് നമുക്ക് ബൈബിളിൽ നിന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. ബൈബിളിൽ പറയുന്നത് ഒരു ശൂലം. അപ്പോൾ ഏതോ ഒന്ന് കുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ പൗലൂസ് എന്ത് ചെയ്തു എന്നറിയാമോ? അത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. മാറിയോ? മാറിയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, എന്താണ് നിനക്ക് സംഭവിച്ചിരിക്കുന്നത്? നിഗളിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. സ്തോത്രം. കാരണം ദൈവം ഏറ്റവും വെറുക്കുന്ന പാപങ്ങളിൽ ഒന്നാണ് നിഗളമെന്ന് പറയുന്നത്. പിശാച് ഉണ്ടായത് പോലും നിഗളത്തിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയാൽ ചിലപ്പോൾ പൗലൂസ് നിഗളിച്ചു പോകും. കാരണം ഇത്ര സഭകൾ സ്ഥാപിച്ച് ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തി, മാത്രമല്ല 3-ാം സ്വർഗത്തോളം പൗലൂസ് എന്ത് ചെയ്തു? എടുത്തുകൊള്ളപ്പെടുവാനിടയായി. ഇത്രയും വലിയൊരു മനുഷ്യൻ, അപ്പോസ്തലൻ, ശ്രേഷ്ഠ അപ്പോസ്തലൻ, ചിലപ്പോൾ നിഗളിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനാണ് ഇടയ്ക്കിടയ്ക്ക് എന്ത് കൊടുക്കുന്നത്? ഓരോ കുത്തു കൊടുക്കുന്നത്, ഒരു ശൂലം വെച്ചിരുന്നത്. എന്നിട്ട് കർത്താവ് കൊടുത്ത മറുപടി എന്താണ്? കർത്താവിന് ആ ശൂലം മാറ്റാൻ കഴിയാഞ്ഞിട്ടല്ല, കഴിയും. പക്ഷെ യേശു പറയുന്നത് എന്താണ് അറിയാമോ? മകനെ, എന്റെ കൃപ നിനക്ക് മതി. നിന്റെ ബലഹീനതയില് ദൈവശക്തി എന്ത് ചെയ്യുകയാണ്? തികഞ്ഞു വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ആ ശൂലം മാറ്റുന്നതിന് പകരം, ആ പ്രശ്നം മാറ്റുന്നതിന് പകരം അവിടെ കർത്താവ് കൊടുത്തത് കൃപയാണ് കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് കൃപ എന്ന് പറയുന്നത്? അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്നത്. സ്തോത്രം. മറ്റൊന്ന്, നമുക്ക് എവിടെയാണോ ബലഹീനതയുള്ളത്, പ്രയാസമുള്ളത്, അവിടെ തികഞ്ഞു വരുന്നതാണ് ദൈവത്തിന്റെ കൃപ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ 3 പേരുടെ ജീവിതത്തിൽ, ഏലിയാവിന്റെ ജീവിതത്തിൽ, യേശുക്രിസ്തുവിന്റെ
ജീവിതത്തിൽ, പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഇവരെല്ലാം പ്രാർത്ഥിച്ചു. പക്ഷേ ഇവരുടെ പ്രാർത്ഥനയ്ക്ക്, ഒരുപാട് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി, ദൈവം നൽകി. ഇവർ പ്രാർത്ഥിച്ചതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? അവർക്ക് മറുപടി കൊടുത്തില്ല. ദൈവത്തിന് സ്തോത്രം. 3 അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളായിരുന്നു, മറുപടി കൊടുത്തില്ല. അപ്പോൾ അതിന്റെ കാര്യം നമുക്ക് മനസ്സിലായല്ലോ. പൗലോസിന് അതിൽ ഇങ്ങനെ ദൈവം നടത്തിയത്, പൗലോസിനെ സ്വർഗത്തിലേക്ക് ദൈവത്തിന് വേണം, ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ദൈവം ഇങ്ങനെ നിർത്തുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ചിലപ്പോൾ ഇതുപോലെയൊക്കെ പ്രാർത്ഥിക്കുകയാണെന്ന് ചിന്തിക്കുക. പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ എത്രയോ വിഷയങ്ങൾക്ക് നമുക്ക് മറുപടി ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ചില വിഷയങ്ങൾക്ക് മറുപടി എന്ത് ചെയ്യാതിരിക്കും? ലഭിക്കാതിരുന്നെന്ന് വരാം. അങ്ങനെ മറുപടി ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ പിന്മാറി പോവുകയല്ല. ദൈവത്തിന് സ്തോത്രം. അതെന്തുകൊണ്ടാണ്? അതിനകത്തൊരു ദൈവത്തിന്റെ മഹത്വം ഉണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവകൃപയിൽ നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ, ദൈവകൃപയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് എന്താണോ പ്രശ്നം, അവിടെ ഈ ദൈവകൃപ വ്യാപരിക്കുവാനായിട്ടിടയാകും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വരുന്ന പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് അതിജീവിക്കുവാൻ, അതിന് നേരിടുവാനുള്ള ദൈവികമായ ശക്തി നമുക്ക് ലഭിക്കുവാനായിട്ടിടയായി തീരും. ഏലിയാവിന്റെ ജീവിതത്തോട് ചേർത്ത് പറയുകയാണെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നമുക്ക് ആ പ്രതിസന്ധിയെ ജയിച്ചുകൊണ്ട് ഇനിയും അനേക കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ നമുക്കിടയായി തീരും. ചില ഭക്തന്മാരായ ആളുകൾ കഷ്ടതയാകുന്ന കഠിന ശോധനയിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അവരത് കഴിയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷ പോലെ, ഈ പറഞ്ഞ ഏലിയാവിനെ പോലെ പുറത്തു വന്നിട്ടുള്ള ആളുകളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ പോലെ മനസ്സിലാക്കണം, ജയം, അത് സഹിക്കാനുള്ള കൃപ, അത് സഹിക്കാനുള്ള ശക്തി പ്രാപിച്ചുകൊണ്ട് വന്നവരെ നമുക്കറിയാം. പൗലോസിനെ പോലെ ഇത്രയും വലിയ വലിയ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർക്ക് രോഗങ്ങൾ വരാറുണ്ട്, പ്രശ്നങ്ങൾ വരാറുണ്ട്, പ്രയാസങ്ങൾ കടന്നു വരാറുണ്ട്. അവർക്ക് ആ പ്രയാസങ്ങളൊന്നും അവരെ തളർത്തി കളയുന്നില്ല. ആ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി അവർ ജയം പ്രാപിച്ച് ആ കൃപ ആസ്വദിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതാർക്കാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനാണ്. സ്തോത്രം. ഇവരുടെ എല്ലാ പ്രാർത്ഥന നമ്മൾ എടുത്തു നോക്കിക്കേ. പക്ഷേ ഈ എങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളത് യേശു പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. സ്തോത്രം. അനേക ഇവിടെ ഇരിക്കുന്ന വാക്കുകൾ ശ്രമിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ആധാരം വിശുദ്ധ ബൈബിളാണ്. സ്തോത്രം. നമുക്ക് യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. യേശു നമ്മെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ, യേശു നമ്മോട് കൽപ്പിച്ചതായ കാര്യങ്ങൾ, ഹല്ലേലൂയ, അത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ, വചനപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ടാകും എന്നറിയാമോ? മറുപടി ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ചില ആളുകളൊക്കെ ഇന്ന് ചില വിഷയങ്ങൾക്ക് വേണ്ടി ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ആ വിഷയത്തെ കുറിച്ച് ബൈബിളിൽ എവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നുവോ ആ വാക്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ ചിന്തിച്ചെങ്കിലേ നമുക്ക് കാര്യം മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ചില ആളുകൾ അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് അത് വെച്ചിട്ട് അതിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ അവരെന്ത് ചെയ്യും? തരാമെന്ന് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ആ വാക്യം വെച്ചിട്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം എഴുതി വെച്ച് പ്രാർത്ഥനയാണ്, പിടിച്ചു വെച്ച് പ്രാർത്ഥനയാണ്. ചില ആളുകൾ സത്യാഗ്രഹം ഇരിക്കും പോലെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വാസ്തവത്തില് ദാവീദ് രാജാവ് പറയുന്ന വാക്കുകളാണ് ഹൃദയത്തില്. പക്ഷെ ആ ദാവീദിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്തായിരുന്നു? സംഗീതത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവയുടെ മനോഹരത്വം കാണുവാൻ. സ്തോത്രം. അതിനെ ധ്യാനിപ്പാൻ, അതിൽ വസിപ്പാൻ. അതായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. ഇന്നലെ ആളുകള് അവരുടെ ചില ഭൗതികമായ സ്വന്തം ഇഷ്ടങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി ഇതുപോലെ എഴുതി വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കുറെ കഴിഞ്ഞ് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ, എത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്റെ പ്രാർത്ഥന എന്ത് ചെയ്തില്ല, കേട്ടില്ല, ഞാൻ ഇനി പള്ളിയിലും പോണില്ല, ഞാൻ ഇത് പ്രാർത്ഥിക്കുന്നില്ല, ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനേകം ആളുകളുണ്ട്. സ്തോത്രം. പ്രിയ ദൈവമക്കൾ, ഇതാ ഈ പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് അകറ്റുന്നതല്ല, ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം. സ്തോത്രം. അപ്പോൾ നമ്മള് ഈ ചില കാര്യങ്ങൾ മുട്ടാപ്പിടി പിടിച്ചാൽ നടന്നെന്ന് വരും. കാരണം ഈ പ്രാർത്ഥനയെ കുറിച്ച് ഒരു പിതാവും മക്കളുമായിട്ടുള്ള ബന്ധമായിട്ടാണ് യേശു പറയുന്നത്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചില ആവശ്യങ്ങൾ വന്ന് നമ്മളോട് പറയും. നമ്മൾ പറയും, മക്കളെ അത് നിനക്ക് വേണ്ട, ഇപ്പൊ വേണ്ട, അത് കുഴപ്പമുള്ളതാണ്. പക്ഷെ പിള്ളേര് ഭയങ്കര നിർബന്ധ ബുദ്ധി കാണിച്ച് ബഹളം വെച്ചാൽ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? എന്തോ ആയിക്കോട്ടെന്ന് പറഞ്ഞ് സാധിച്ചു കൊടുക്കും. അങ്ങനെ ഈ ചില സംഗതികള് ദൈവത്തിന് ചിലപ്പോൾ അത് ചെയ്തെന്ന് വരാം. ഒരിക്കലും ഒരു സഹോദരൻ പ്രാർത്ഥിക്കാനായിട്ട് എന്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുമായി
ആയിട്ടുള്ള ഇത്തിരി പ്രശ്നങ്ങളാണ് പ്രാർത്ഥിക്കാൻ വന്നത്. ഭാര്യയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല, വലിയ പ്രയാസം, ഒരു സമാധാനവും ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. അപ്പോൾ അദ്ദേഹമായിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും ആ പ്രശ്നത്തിലൊന്നും പരിഹാരം കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആലോചന എനിക്ക് കിട്ടി. ഈ പ്രയാസങ്ങളെല്ലാം അദ്ദേഹം ചോദിച്ച് വാങ്ങിച്ചതാണ് എന്ന് കിട്ടി. അപ്പം അപ്പൊ കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നാണ് കാര്യങ്ങളല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അദ്ദേഹം ചോദിച്ച് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് ഇദ്ദേഹം ഇത് അനുഭവിക്കേണ്ടത് തന്നെ, ഇതിൽ ഈ പ്രാർത്ഥന മറുപടി കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു കുറെ കാലത്ത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കാര്യങ്ങളിൽ വെളിപ്പാടെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ് പാസ്റ്ററെ, ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ഇഷ്ടംപോലെ നല്ല വിവാഹാലോചനകൾ ആ സമയത്ത് വന്നതാണ്, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് കല്യാണം നടക്കാൻ ഒരു സാധ്യതയുമില്ല, അപ്പൊ എനിക്ക് ഇത് തന്നെ നടന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു അറിയാമോ, പുള്ളി ഒരുപാട് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, കരഞ്ഞു, അതിനുവേണ്ടി കുറെ നേർച്ച നേർന്നു. മനസ്സിലാക്കണം, കുറെ പരിപാടികൾ അദ്ദേഹത്തിന് ചെയ്യാവുന്നതൊക്കെ അദ്ദേഹം ചെയ്തു, പ്രാർത്ഥിച്ചു. അപ്പോൾ ചില ആളുകൾ ആ സമയത്ത് പറഞ്ഞു, ഇത് നിനക്ക് പറ്റിയതല്ല, നിനക്ക് ഇത് നിന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന്. അപ്പോൾ ഇല്ല, എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞ് കടുപിടുത്തം പിടിച്ച് പ്രാർത്ഥിച്ചു. അവസാനം ആ കല്യാണം നടന്നു. പക്ഷെ കല്യാണം നടന്നു വീട്ടിൽ കൊണ്ടുവന്ന് 2-3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിൽക്കാതെ വന്നു. കാര്യം എന്താണെന്നറിയാമോ, ഇദ്ദേഹത്തിന് പറ്റിയതല്ല. അപ്പോൾ ഇപ്പൊ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ പ്രാഗൽഭ്യമല്ല. കാര്യം എന്താണെന്ന് അറിയാമോ, ദൈവം കൊടുത്തതല്ല, ചില മുട്ടാപ്പിടി പിടിച്ച് ഇത് തന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് വാങ്ങിച്ചതാണ്. അതുപോലെ ചില ജോലികളിൽ ഞാൻ അത് കേട്ടിട്ടുണ്ട്. ചില ആളുകൾ ഇന്ന ജോലി തന്നെ വേണം, കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് അവസാനം ദൈവം ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, അവസാനം ദൈവം അങ്ങ് അനുവദിച്ചു കൊടുക്കുക, ആയിക്കോട്ടെ. പക്ഷെ ആ ജോലി അവൻ എങ്ങനെയുള്ളതായിരിക്കും എന്നറിയാമോ, തലവേദന പിടിച്ചതായിരിക്കും. പക്ഷെ ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെപ്പോഴും ദൈവഹിതത്തിനായിട്ട് പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എടുക്കാൻ കഴിയുന്നുള്ള ക്രൂശ് കർത്താവ് എന്ത് ചെയ്യത്തുള്ളൂ, തരത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഒരു മനുഷ്യൻ, ഒരു ക്രൂശിന്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ ക്രൂശ് ചുമന്നുകൊണ്ട് പോവുകയാണ്. ആ ക്രൂശ് അവന് വലിയ ഭാരം. അവൻ ചെന്ന് ദൈവത്തോട്, ഈ ക്രൂശ് എനിക്ക് വേണ്ട, എനിക്ക് കുറച്ചുകൂടെ ചെറിയ ഒരു കുരിശ് തരണം. അപ്പൊ ദൈവം ആദ്യം പറഞ്ഞത് പോലെ നിനക്ക് പറ്റിയതാണ് തന്നിട്ടുള്ളത്, നീ ഒഴിച്ചോ, നിന്നെ കൊണ്ട് പറ്റുന്നല്ലോ കൊണ്ട് നടക്കാൻ, നീ കൊണ്ട് നടന്നോ, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പോൾ അതൊന്നും പറ്റത്തില്ല, എനിക്കിത് പറ്റത്തില്ല, എനിക്ക് ചെറിയ ക്രൂശ് വേണം, ഇത് പറ്റത്തില്ല. അപ്പൊ അവസാനം ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്ത്, ഇന്ന സ്ഥലത്തോട്ട് പോ. അവിടെ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് കുരിശ് കിടക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ഈ കുരിശ് വലിയ ഇഷ്ടമുള്ളതാണ്. ഞാൻ വീട്ടിൽ പല കുരിശൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ അതിനോടൊരു ആവശ്യമില്ല. അപ്പം ഇവര് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരുപാട് കുരിശ് കിടക്കുകയാണ്. സ്വർണ്ണ കുരിശ് കിടക്കുന്നു, വെള്ളി കുരിശ് കിടക്കുന്നു, കറുത്ത കുരിശ് കിടക്കുന്നു, ചുവന്ന കുരിശ് കിടക്കുന്നു, എന്നോട് കുരിശ് മാത്രമല്ല, വലിയ കുരിശ്, ചെറിയ കുരിശ്. അപ്പൊ ദൈവം അവനോട് പറഞ്ഞത് ഒരു കാര്യം ചെയ്യും, നിനക്ക് പാട്ടില്ല, നിന്റെ കുരിശാണ് വെച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ള ഒരു കുരിശൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം കൂടെ നോക്കി ആ കണ്ടതിൽ ഏറ്റവും ഒരു ചെറിയ കുരിശ് ഇവരൊക്കെ എടുത്തു. വളരെ സന്തോഷമായിട്ട് ചിരിച്ചു കൊണ്ടുപോയി. പക്ഷെ കൊണ്ടുപോയിട്ട് പിറ്റേന്ന് പോയി ഈ കുരിശ് നോക്കിയപ്പോ ഇവനങ്ങ് ഒട്ടും ചുമക്കാൻ പറ്റുന്നില്ല. ഇതിനേക്കാൾ വലിയ കുരിശാണ് നേരത്തെ ഇരുന്നത്. അത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഈ ചെറിയ കുരിശ് എവന്റെ ഇഷ്ടപ്രകാരം എടുത്തത്. എവന്റെ ഇഷ്ടപ്രകാരം എടുത്തപ്പോൾ കാഴ്ചക്ക് ചെറിയ കുരിശായിട്ട് തോന്നുന്നെങ്കിലും അതിന്റെ ഭാരം വലുതായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞല്ലോ, ഒരുവൻ എന്റെ പിന്നാലെ വരുവാനായിട്ട് ഇച്ഛിച്ചാൽ തന്നെ നാൾത്തോറും തന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കട്ടെ. നമ്മളെല്ലാം ക്രൂശ് വഹിക്കുന്നവരാണ്. ഇവിടെ ഇരിക്കുന്നതില് കഷ്ടതയില്ലാത്ത ആരും കാണത്തില്ല. യഥാർത്ഥ ദൈവമക്കള് കഷ്ടതയില്ലാത്തവർ കാണത്തില്ല, പ്രയാസമില്ലാത്തവർ കാണത്തില്ല. വേദനകളും ഭാരങ്ങളിലൂടെ പോകുന്നവരായിരിക്കാം. നമ്മൾ നിഗളിച്ചു പോകാതിരിക്കാൻ ചില ശൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെച്ചിരിക്കാം. പക്ഷേ ദൈവം തന്നിരിക്കുന്ന കുരിശുണ്ടല്ലോ, നമുക്ക് വഹിക്കത്തക്ക കുരിശാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വഹിക്കത്തക്കതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ് എറിഞ്ഞിട്ട് പോയാൽ അത് ദൈവത്തിന് പ്രസാദകരമല്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഈ വചനങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ പ്രാർത്ഥന എങ്ങനെ വരാൻ പോവുകയാണ്, രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. അപ്പൊ ദീർഘമായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലങ്ങളിലാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുന്നു, നമ്മുടെ റൂമിനകത്ത് ഇരിക്കുന്നു, നമുക്ക് ഇഷ്ടംപോലെ എന്ത് ചെയ്യാം,
പ്രാർത്ഥിക്കാം. അത് ആർക്കും അലക്ഷ്യമല്ല. ദൈവമായിട്ട് എത്ര നേരമുള്ളെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് സംസാരിക്കാം, ആശയവിനിമയം നടത്താം. പക്ഷെ പൊതുവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് പരിമിതികളുണ്ട്. പൊതുവിൽ ഈ ബഹളം വയ്ക്കുന്നതെല്ലാം ആരാണ്? കപട ഭക്തിക്കാരെന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പൊ നമ്മൾ പൊതുവിൽ ബഹളം വയ്ക്കുക അല്ല, മനസ്സിലാക്കണം. പൊതുവിൽ അതിന് സമയപരിധികളെ കാണും, പരിജ്ഞാനം വേണം, വിവേകം വേണം, അതോടുകൂടി ആയിരിക്കും. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സമയങ്ങളെ വേർതിരിച്ച് ദൈവമക്കളെ മണിക്കൂറുകൾ നിങ്ങളുടെ ഹൃദയം ദൈവസ്ഥലിലേക്ക് എന്ത് ചെയ്യണം, പകരണം. അതിന് നമുക്ക് നല്ലൊരു ഉദാഹരണമാണ് ഈ ഹന്ന എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഹന്ന വായിച്ചു. അവൾ വാകൊണ്ട് ബഹളം വയ്ക്കുകയല്ലായിരുന്നു, കൈ കൊണ്ട് അടിച്ച് ബഹളം വയ്ക്കുകയല്ലായിരുന്നു. അവൾ ഹൃദയം കൊണ്ടാണ് എന്ത് ചെയ്തത്? അവൾ പ്രാർത്ഥിച്ചത്. സ്തോത്രം. നോക്കിയപ്പോൾ ചുണ്ട് മാത്രം അനങ്ങുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്തോരാണെന്ന സന്തോഷം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയണം. ഇപ്പൊ നമ്മുടെ ഈ കൂടി വരവിൽ നമ്മൾ കുറച്ചു പേരേ ഉള്ളൂ. വാസ്തവത്തില് എനിക്ക് 2-3 സ്ഥലത്ത് ചെല്ലുമ്പോൾ പ്രസംഗിക്കാൻ വചനത്തിന്റെ വാതിൽ പലപ്പോഴും ദൈവം തുറന്നു തരുന്നതായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ സെൻട്രൽ ജയിലില് ഇതുപോലെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ മനസ്സിലാക്കണം. അപ്പോ നമുക്ക് ചിലപ്പോൾ ഒന്നും നോക്കാതെ ശ്രദ്ധിക്കാതെ ആയിരിക്കും വരുന്നത്. പക്ഷെ ആ സമയത്ത് ദൈവം വചനം തരും. അതേസമയം ചിലടത്ത് പോയാലുണ്ടല്ലോ നമുക്ക് ഒട്ടും പറ്റത്തില്ല പറയാൻ. കാരണം അവിടെ 5-6 പേര് കാണും, അവരെ ശ്രദ്ധിക്കുന്നവർ കാണും. പക്ഷെ ഈ നമ്മൾ പറഞ്ഞു തരുമ്പോ ഈ പ്രസംഗത്തിന് കയ്യടിയും ബഹളവും. ചില പാസ്റ്റർമാർ പറയും, അത് ചുമ്മാ ഇരിക്കണോ, പ്രാർത്ഥിച്ചോ, കയ്യടിച്ച് ഉത്സാഹിപ്പിച്ച്. അപ്പൊ ഇങ്ങനെ ബഹളം വെക്കുമ്പോ നമ്മൾ എന്തിനാണ് പറയണമെന്ന് ആളുകൾക്ക് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. സ്തോത്രം. അങ്ങനെ പല ആളുകൾക്കും കൊണ്ട് ഒരിക്കലും ഒരു അമ്മച്ചി വീട്ടിൽ ചെന്ന് പറഞ്ഞു, അയ്യോ അച്ഛാ ഇന്ന് വരാത്ത വലിയ നഷ്ടമായി പോയി. എന്തോടി എന്തോ പ്രസംഗം അറിയാമോ പാസ്റ്ററുടെ, എന്തൊരു അനുഗ്രഹിക്കുമ്പോൾ പ്രസംഗമായിരുന്നു. കൊള്ളാം. അപ്പൊ ഈ അച്ഛൻ ചോദിച്ചു, എന്തോ ഈ പാസ്റ്റർ പ്രസംഗിച്ചത്? അപ്പൊ ഈ അമ്മച്ചി പറഞ്ഞു, വിഷയമൊന്നും ഞാൻ കേട്ടില്ല, പക്ഷെ നല്ല പ്രസംഗമായിരുന്നു. അപ്പൊ അച്ഛൻ ചോദിച്ചു, പ്രസംഗം ആരംഭം എന്തായിരുന്നു? ഓ, അതിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ പ്രസംഗം തുടങ്ങി കഴിഞ്ഞു, അപ്പൊ ആരംഭം കേട്ടില്ല. അപ്പൊ ചോദിച്ചു, പിന്നെ ഇടയ്ക്ക് എന്തോ പറഞ്ഞത്? ഞാൻ അവിടെ ഇരുന്നെങ്കിൽ അച്ഛൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇരുന്നത്, അതും കേൾക്കാൻ പറ്റിയില്ല. ചോദിച്ചു, ഒടുവിലെന്തോ പറഞ്ഞത്? ഞാൻ ഇനി പെട്ടെന്ന് വരാനുള്ള ഒരുക്കത്തിലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒടുവിലുള്ളതൊന്നും ചെയ്തില്ല, കേട്ടില്ല. പക്ഷെ അമ്മച്ചി പറയുന്നതോ എന്തോ ഒരു പ്രസംഗമായിരുന്നു. ഇന്ന് ഇതുപോലെയാണ് അനേക ആളുകൾ പ്രസംഗം കേൾക്കുന്നത്. സ്തോത്രം. ആദ്യം കേട്ടില്ല, നടുക്ക് കേട്ടില്ല, അവസാനം കേട്ടില്ല. പക്ഷെ ഈ പ്രസംഗിക്കുന്ന ആൾ കുറെ കയ്യടി ബോളമൊക്കെ വെച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്ന കണ്ടപ്പോഴേ ഈ അമ്മച്ചി വിചാരിച്ചെന്തോ ഒരു പ്രസംഗം. സ്തോത്രം. ഇന്ന് ഇതുപോലെയാണ്. സ്തോത്രം. ചില ആളുകൾ കുറെ ബഹളം വെച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ചില അവരുടെ പ്രാർത്ഥന എന്തോ പ്രാർത്ഥന, അവർ ഒറ്റ പ്രാർത്ഥന മതി. സഭ എന്ത് ചെയ്തു? എന്ന് പറയുന്ന ആളുകളുണ്ട്. സഭ ഇളകുന്നതിനല്ല, ദൈവം പ്രവർത്തിക്കുന്നതിനാണ് കാര്യം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയെ കുറിച്ച് ശരിയായ നിലയിൽ യേശു കർത്താവ് ജനത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. സ്തോത്രം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ കേൾക്കുക, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈ വചനാനുസൃതമായിട്ട് നമ്മൾ വരണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പിന്നെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ വണ്ണം എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ആ പ്രാർത്ഥനയെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി നമ്മള് അതിന്റെ 16 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഉപവാസത്തെ കുറിച്ചൊക്കെയാണ് കാണുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഈ വീട്ടിൽ പോയിട്ട് ഈ മത്തായി സുവിശേഷം 6-ാം അധ്യായം ഒന്ന് വായിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി കാര്യങ്ങൾ പ്രാർത്ഥനയെ കുറിച്ച്, ഉപവാസത്തെ കുറിച്ച് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ആത്മീയ കാര്യങ്ങൾ നടത്തേണ്ടത്, നമ്മൾ ദൈവത്തിന്റെ വചനപ്രകാരമാണ് നടത്തേണ്ടത്. സ്തോത്രം. ഇവിടെയുള്ള മന്ത്രിമാരും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും മന്ത്രിമാരും ഒക്കെ അവരെ ഇഷ്ടത്തിനല്ല ഭരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞ് ഒരു സംവിധാനമുണ്ട്. ആ ഭരണഘടനയാണ് അവരെ അനുസരിച്ച് പ്രവർത്തിക്കാമെന്നാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അവർ കാര്യങ്ങൾ നടത്തുന്നത്. നമുക്കിവിടെ കോടതിയിലുള്ള ജഡ്ജിമാരും മജിസ്ട്രേറ്റുമാരും എല്ലാം ആ വക്കീലന്മാർ പറയണത് കേട്ടിട്ട് വക്കീലിന്റെ ഇഷ്ടത്തിനും അവരുടെ ഇഷ്ടത്തിനുള്ള വിധിയല്ല പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞ് അവർക്ക് ചില അവർ നിയമങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് നമ്മളെ ഇഷ്ടപ്രകാരം അല്ല ആത്മീയ ജീവിതം നയിക്കേണ്ടത്. അവിടെ അങ്ങനെ ചെയ്യുന്നല്ലോ, ഇവിടെ ഇങ്ങനെ ചെയ്യുന്നല്ലോ, അവിടെ എല്ലാവരും കൂടെ തലകുത്തനെയാണ് നിൽക്കുന്നത്, നമുക്കും അങ്ങനെ നിൽക്കാം. അതല്ല നമ്മുടെ പ്രമാണം, വിശുദ്ധ ബൈബിളാണ്. സ്തോത്രം. നമുക്ക് യേശു ക്രിസ്തുവാണ് നമ്മുടെ ആരാധന പുരുഷൻ, യേശുവാണ് നമ്മുടെ മാതൃക, യേശുവാണ് നമുക്ക് വേണ്ടി ക്രൂശ്
കുരിശിൽ മരിച്ചത് ആ യേശുവാണ് നമ്മളെ ചേർക്കാൻ വരുന്നത്. അതുകൊണ്ട് യേശു എന്ത് പറയുന്നു, യേശു എന്ത് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ, നമ്മൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിക്കുമ്പോൾ യേശുവിന്റെ വാക്കുകളാണ് സുവിശേഷങ്ങളിൽ പറയുന്നത്. അതിന്റെ വിശദീകരണങ്ങളാണ് ലേഖനങ്ങളിലും അപ്പോസ്തല പ്രവൃത്തിയിലും നമ്മൾ വായിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അല്ലാതെ നമുക്ക് നമ്മുടെ ഈ ആത്മീയ ജീവിതം നമ്മുടെ ഇഷ്ടപ്രകാരം കമ്മിറ്റി കൂടി തീരുമാനിച്ച് നടത്താനുള്ളതല്ല. ഭൗതിക കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ നടത്താം, അതിന് പ്രമാണമുണ്ട്. പക്ഷേ നമ്മുടെ ആത്മീക കാര്യങ്ങളിൽ പ്രാർത്ഥന, ദൈവോധന, ധ്യാനം, ദൈവികമായ ഉപദേശങ്ങള്, അത് ബൈബിൾ എന്ത് പറയുന്നു, ദൈവത്തിന്റെ വചനം, പ്രത്യേകിച്ച് പുതിയ നിയമം എന്ത് പറയുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ അനുസരിച്ച് നമ്മൾ ദൈവത്തോട് അടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയല്ല, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ഉപവാസ പ്രാർത്ഥനയല്ല, ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. മക്കളുള്ളവർക്കറിയാം, നമുക്ക് ഒന്നോ രണ്ട് മക്കളെങ്കിലും ഉണ്ടെങ്കിൽ ഒരാള് പ്രിയ മകനായിട്ട് മാറും, പ്രിയ മകളായിട്ട് മാറും എന്ന് നമുക്കറിയാം. രണ്ട് പേരുണ്ടെങ്കിൽ, ഒരാളുള്ളവർക്ക് അത് അറിയാൻ പറ്റൂല. രണ്ട് മക്കളുണ്ടെങ്കിൽ അപ്പനെ ഏതെങ്കിലും രണ്ടുപേരോട് ഒരുപോലെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരാളിനോട് എന്ത് ചെയ്യുമെന്നറിയാമോ, ഒരു അടുപ്പം ഉണ്ടാകും. അത് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. അത് എങ്ങനെയാണ് അടുപ്പം ഉണ്ടാകുന്നത്? എനിക്ക് എൻ്റെ രണ്ട് മക്കളിൽ ഒരാളിനോട് അടുപ്പം ഉണ്ടാകണമെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നത്, എന്നെ പോലെ പ്രവർത്തിക്കുന്നത്, എനിക്ക് ഒപ്പം നിൽക്കുന്നത്, ആ കുട്ടിയോടായിരിക്കും എനിക്ക് എന്തുണ്ടാകുന്നത്, താല്പര്യം ഉണ്ടാകുന്നത്. ഞാൻ പറയുന്ന വാക്കുകൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അതേ സമയത്ത് ഒരു കുട്ടി ഞാൻ പറയുന്നതിനൊക്കെ എതിരായിട്ട് പറഞ്ഞാൽ, അനുസരിക്കാതിരുന്നാൽ ആ കുട്ടിയോട്, എൻ്റെ കുട്ടിയാണെങ്കിലും ആ കുട്ടിയോട് എനിക്ക് എന്തുണ്ടാകത്തില്ല, താല്പര്യക്കുറവുണ്ടാകും. അപ്പോ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളായിട്ട് തീർന്നു. നമ്മൾ മുൻപ് എഫേസ്യരിൽ ചിന്തിച്ചതുപോലെ നാം ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. സ്തോത്രം. എങ്ങനെയാണ് പ്രിയ മക്കളാകുന്നത്? ഈ യേശു പറഞ്ഞ വാക്കുകൾ അനുസരിക്കുമ്പോൾ, അത് പ്രമാണിക്കുമ്പോൾ, അതനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതം നയിക്കുമ്പോൾ നാം ദൈവത്തിന്റെ പ്രിയ മക്കളായിട്ട് തീരുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ലെന്ന് വരും, ഭാരപ്പെടേണ്ട. അതിനകത്ത് ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ട്. 3 പേരുടെ പ്രാർത്ഥനയും 3 പേരും മോശപ്പെട്ട പുള്ളിയാണോ? പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുള്ളിയാണ് ഏലിയാവ്. ബൈബിളിൽ മൊത്തത്തിൽ പ്രധാനപ്പെട്ട ആളാണ് യേശു ക്രിസ്തു. പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് പൗലോസ്. പക്ഷെ 3 പേരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ല. അത് ദൈവ ഉദ്ദേശം വേറെയായിരുന്നു. സ്തോത്രം. അപ്പോൾ ഈ 3 പേരുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം പറയണമോ? സ്തോത്രം. നമുക്ക് പക്ഷെ എന്നാൽ നമ്മളെ ദൈവം എത്രയോ അത്ഭുതകരമായിട്ട് നടത്തുന്നു. നമ്മുടെ ഏതെല്ലാം വിഷയങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട്. അപ്പോൾ ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതിരിക്കുകയാണെങ്കിൽ മറുപടി കിട്ടിയ വിഷയങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ദൈവത്തിന് മഹത്വം കരയേറ്റിയിട്ട് നാം വചനത്തിലേക്കാണ് വരുന്നത്. സ്തോത്രം. അപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമ്മൾ ഈ വചനത്തിൽ നിന്ന് 2 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ തിരിച്ചു മനസ്സിലാക്കുന്നത്. ഒന്ന് കപടഭക്തിക്കാർ, അല്ലാത്ത ആളുകൾ ആരാണ്? ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കപടഭക്തിക്കാരുടെ പ്രാർത്ഥന നമ്മൾ കേട്ടു, ദൈവമക്കളുടെ പ്രാർത്ഥന കേട്ടു. നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ചേർന്നിരിക്കാം, ദൈവത്തോടൊപ്പം നമുക്ക് വസിക്കാം. അത് ഏറ്റവും വിലയേറിയതാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ദൈവത്തോട് പറയാം. ദൈവം നമ്മളെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ കാര്യം നമുക്ക് അനുകൂലമായിട്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് സമയങ്ങളെയൊക്കെ വേർതിരിച്ച് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ വിട്ടിരിക്കുക, പ്രാർത്ഥനയിൽ ജാഗരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്, മടുത്തു പോകാതെ എപ്പോഴും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മടുപ്പുണ്ടാവില്ല. ചിലപ്പോൾ മടുപ്പ് കൊണ്ടുവരും. സ്തോത്രം. നീ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേട്ടില്ലല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കണം. ദൈവം കേൾക്കും. ദൈവത്തിന് സമയമുണ്ട്. ദൈവം കേട്ടില്ല, മറുപടി തന്നില്ലെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി എപ്പോഴും ദൈവത്തോട് ചേർന്നിരിപ്പാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് അവിടെ ഭക്തിക്കാരാണെന്ന് ധാരാളം വർദ്ധിച്ചിരിക്കുന്നത്, കൂലിക്ക് പ്രാർത്ഥിക്കുന്ന ആളുകളെന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. നമുക്ക് ശുദ്ധ മനസാക്ഷിയോടെ, നിർമ്മല മനസാക്ഷിയോടെ ദൈവസന്നിധിയെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരെങ്കിലും കേൾക്കാനല്ല, കുറെ ആഡംബരം കാണിക്കാനല്ല, ബഹളം കാണിക്കാനല്ല, ദൈവത്തിന് പ്രസാദകരമാകുമാറ് ദൈവം നമ്മളിൽ പ്രസാദിക്കുവാൻ, ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ നമുക്ക് ആ പ്രാർത്ഥനയോട് നമുക്ക് അടുത്തു ചെല്ലാം. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്കൊന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് നമുക്ക് വിശുദ്ധ സഭായോഗമായി കൂടി വരുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. അതിനായിട്ട്
അതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവൻ ദൈവം നമ്മളെല്ലാവരെയും വളരെ അത്ഭുതകരമായി ദൈവം നമ്മളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരുന്നു. അതിനൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ചുറ്റുപാടും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ദൈവമക്കളാകുന്ന നമ്മെ ദൈവം തൻ്റെ കടല കൃഷ്ണമണി പോലെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. എത്ര ദൈവത്തിന് സ്തോത്രം ചെയ്താലും മതി വരികയില്ല. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ആ ദൈവം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ നമുക്കൊന്നും പകരം കൊടുക്കുവാനില്ല. ഒറ്റ വാക്കേ ഉള്ളൂ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. നമുക്ക് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്ക് ഇന്ന് ഇവിടെ പുറത്തൊക്കെ നമുക്കറിയാം ഹർത്താലാണ്, പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ചുരുക്കപ്പേരാണെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിപ്പാനും ദൈവം എത്ര നല്ലവരാണെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനുമുള്ള സാവകാശം ദൈവം നമുക്ക് നൽകിയും. അതിനായിട്ട് നദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് നമ്മുടെ മധ്യ പുതിയതായിട്ടൊരു ആൻറ്റി കടന്നു വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയായിരിക്കും. ആന്റിശാല താമസിക്കുന്നു. പരിചയപ്പെടുവാനിടയായി വളരെ സന്തോഷം. എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ നടത്തുന്ന പരിപാലിക്കുന്ന വിധങ്ങളെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് സാക്ഷികളായിട്ട് ഒരു പാട്ട് എല്ലാവർക്കും ചേർന്ന് പാടാം. സാക്ഷ്യങ്ങളായിട്ട് പറയാൻ താല്പര്യമുള്ളവർക്ക് പറയാം. അതിനുശേഷം നമുക്ക് അല്പസമയം ദൈവവചനം ചിന്തിക്കാം. അതുപോലെ പരസ്യമായിട്ട് പറയാനുള്ളത് അടുത്ത ഞായറാഴ്ച നമ്മുടെ സഭായോഗത്തോട് ചേർന്ന് കർത്തൃമേശ ഉണ്ടായിരിക്കും. എല്ലാവരും അതനുസരിച്ച് ഒരു കർത്തൃമേശയിൽ പങ്കെടുക്കുവാനുള്ള ഒരുക്കത്തോടുകൂടി കടന്നു വരുവാനും കൂടെ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നടത്തിയ വിധങ്ങളോർത്ത